പിടിക്കാനുള്ള ഫുൾ സെറ്റപ്പിൽ വന്നേക്കാണ്. ഫുള്ള് ചീഞ്ഞ് പഴുത്തിരിക്കുകയാണ് നമ്മുടെ അമ്മ. അത് കണ്ണടയൊക്കെ വെച്ചാൽ സെറ്റാണ്. അങ്ങനെ എല്ലാവരും സെറ്റായിട്ട് മീൻ പിടിക്കാൻ വേണ്ടി പോവാണ്. പപ്പ ആദ്യമായിട്ടാണ് ഇവിടെ ഫിഷിങ്ങിന് പോകുന്നത്. ബർട്ടൺ പോട്ടിൽ നമ്മൾ പോകുന്നത്. അരാൻമോറിലേക്ക് പോകുന്ന ഫെറിയൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ അരാൻമോറിൻ്റെ സൈഡിലുള്ള അറ്റ്ലാന്റിക് കടലിൽ നിന്നാണ് നമ്മൾ മീൻ പിടിക്കുന്നത്. ബോട്ടിൽ നിന്ന് നമുക്ക് ചൂണ്ടയും ചൂണ്ടക്കുളത്തും കാര്യങ്ങളെല്ലാം നമുക്ക് തന്നു. മുൻ വർഷങ്ങളിലൊക്കെ നമുക്കിത് ഫ്രീ ആയിട്ടാണ് തന്നെ. ഈ വർഷം നമ്മുടെ ചൂണ്ടക്കമ്പിന് 10 യൂറോ എക്സ്ട്രാ അവർ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യം തന്നെ നമുക്ക് 3-4 മാക്രൽ കുഞ്ഞുങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്പാൻ അതിൻ്റെ ഒച്ച വെച്ചിട്ട് ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും ചൂണ്ടയൊക്കെ കിട്ടി. എല്ലാവരും ആവേശത്തോടെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള പരിപാടിയിലാണ്. നമ്മൾ 10 പേരാണ് ഈ ബോട്ടിൽ പോയത്. മാക്സിമം 10 പേർക്കാണ് ഒരു ബോട്ടിൽ ഇവിടുന്ന് പോകാൻ പറ്റുന്നത്. അപ്പോൾ 10 പേരും നിരക്ക് നിന്ന് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. ചൂണ്ടയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, ശരിയാക്കി കളയാം. സിവിൻ ചൂണ്ടയൊക്കെ ശരിയാക്കുന്നുണ്ട്. സൈഡിൽ കഠിന പണിയിലാണ്. ചൂണ്ടയിടുന്നു കറക്കുന്നു. വീണ്ടും നമുക്കതാ കുറച്ച് മാക്രലിനെ കിട്ടിയേക്കുവാണ്. അപ്പോൾ ഒരു കൂട്ടം മാക്രൽ പോയപ്പോൾ കുരുങ്ങിയെന്ന് വന്നു നമ്മുടെ ചൂണ്ടയിലേക്ക്. മീനെ വേദന എടുപ്പിക്കാതെ ചൂണ്ടക്കുളത്തിൽ നിന്ന് ഊരിയെടുക്കുകയാണ് സിബിനും ശരത്തമ്പാനും കൂടെ. ആ നേരം കൊണ്ട് പപ്പയുടെ ചൂണ്ടയിൽ ഒരു 3-4 മാക്രൽ വന്ന് കുത്തിയിട്ടുണ്ട്. 1, 2, 3, 4, 5 പിടയ്ക്കുന്ന മീനൊക്കെ പപ്പ പിടിച്ചിട്ടുണ്ട്. അവള് താഴെട്ടോ. മീനെ കിട്ടാത്തതുകൊണ്ടാണെന്ന് അറിയത്തില്ല, അമ്പാന് ചെറിയ ഉറക്കമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കുറേ നേരം ബോറടിച്ചിരിക്കുമ്പോഴാണ് ഇതുവരെ കിട്ടിയിട്ടില്ലാത്തൊരു അടിപൊളി മീനെ പിടിച്ചിട്ട് നമ്മുടെ ആശാൻ വരുന്നത്. ഒരു കിട്ടിയ മീൻ, ഇതൊരു മീനായിട്ട് നമുക്ക് കിട്ടിയുള്ളൂ. ഇതുവരെ വന്നിട്ട് ആദ്യമായിട്ട് ഇങ്ങനൊരു ടൈപ്പ് മീൻ കിട്ടുന്നത് നമുക്ക്. നല്ല രസമുള്ളൊരു മീനായിരുന്നു. പോൾസൺ മീനൊന്നും കിട്ടാതെ വഞ്ചിയുടെ അമരത്തിൽ കയറി മീൻ പിടിക്കാൻ തുടങ്ങി. അവിടെ അപ്പോൾ ക്ലിഫിൻ്റെ വ്യൂവും കാണാം, മീനും പിടിക്കാം. ആശാൻ വീണ്ടും ഒരു മുട്ടൻ പൊള്ളാക്കിനെ പിടിച്ചുകൊണ്ട് വന്നു. സാധാരണ നമ്മൾ വരുമ്പോൾ ഇഷ്ടം പോലെ പൊള്ളാക്കിനെ കിട്ടാറുണ്ട്. ഇന്ന് ഭയങ്കര കുറവാണ് പൊള്ളാക്കിനെ കിട്ടിയേക്കുന്നത്. കയറുമ്പോഴും ഒരെണ്ണമൊക്കെയാണ് ചൂണ്ടയിൽ കയറുന്നുള്ളൂ. മുൻ വർഷമൊക്കെ വന്നപ്പോൾ 2-3 പൊള്ളാക്കൊക്കെ ഒറ്റ സമയത്ത് തന്നെ നമ്മുടെ ചൂണ്ട വന്ന് കയറുമായിരുന്നു. ഇടവേളകളിൽ ആശാൻ അടുത്ത മീനെ പിടിക്കാൻ വേണ്ടി ചൂണ്ടക്കുളത്തൊക്കെ ശരിയാക്കി വയ്ക്കുകയാണ്. അരാൻമോർ ഐലൻഡിൻ്റെ ചുറ്റും വന്ന് നമ്മൾ മീൻ പിടിക്കുന്ന കാരണം വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും. പാറക്കെട്ടുകളും കടലിൽ നിന്ന് വെള്ള തിരമാലകൾ വന്ന് ഈ പാറക്കെട്ടുകൾ ഇടിച്ച് തകരുന്നതും നല്ലൊരു അടിപൊളി വൈകുന്നേരം ആയിരുന്നിട്ടത്. ഭയങ്കര മനോഹരമായിരുന്നു. രാവിലെ മുഴുവൻ മൂടിക്കെട്ടിയ വെതറായിരുന്നെങ്കിലും വൈകുന്നേരം ആയപ്പോഴത്തേക്കും മഴക്കാരൊക്കെ പോയി നല്ല സണ്ണിയായി. എല്ലാവരും മീനൊക്കെ കിട്ടാതെ വിഷമിച്ചിരുന്നപ്പോഴത്തേക്കും പപ്പ അവിടെ നിന്നൊരു മുട്ടൻ പൊള്ളോക്കിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നു. പപ്പയ്ക്കും സന്തോഷമായി. ആദ്യമായിട്ട് പപ്പയ്ക്ക് ഒരു പൊള്ളോക്ക് ഇതുപോലത്തെ ഒരു മീനൊക്കെ കിട്ടുന്നത്. അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് ഫിഷിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മീൻ കിട്ടും. അങ്ങനെയൊക്കെ ആണെങ്കിലും കഴിഞ്ഞ വർഷത്തെ അതിന് മുമ്പത്തെ വർഷത്തേക്ക് മീൻ പിടിച്ചത് നോക്കുമ്പോൾ ഈ വർഷം വളരെ കുറച്ച് മീനാണ് നമുക്ക് കിട്ടിയുള്ളൂ. ഇതൊക്കെയാണ് നമുക്ക് ഈ വർഷം കിട്ടിയേക്കുന്ന മീൻ. പൊള്ളോക്കുണ്ട്, മാക്രലുണ്ട്, പിന്നെ നമുക്ക് പുതിയതായിട്ട് കിട്ടിയ മീനുണ്ട്. അതിൻ്റെ പേര് നമുക്കറിയത്തില്ല. നിന്ന് ചൂണ്ടിട്ട് മടുത്തപ്പോൾ സിബിൻ പിന്നെ ഇരുന്നായി ചൂണ്ടിടൽ. എന്തായാലും നേരം തീരാറായിരുന്നു, സമയം തീരാറായി നമ്മുടെ ചൂണ്ടിടുന്നത്. ഇരുന്നായാലും അവസാനം 2 പൊള്ളോക്കിനെ ചൂണ്ടയിലേക്ക് വലിച്ച് കയറ്റിയിട്ടുണ്ട് സിബിൻ. ആ മീൻ കിട്ടിയ സന്തോഷമാകത്തുണ്ട്, കണ്ടോ? അങ്ങനെ കിട്ടിയ മീനൊക്കെ ബോട്ടെ വെച്ച് തന്നെ നമ്മൾ വെട്ടി കുടലും മണ്ടൊക്കെ കളഞ്ഞ് റെഡിയാക്കി നമ്മൾ നേരെ തിരിച്ചു പോരുവാണ്. അപ്പോൾ ഇന്നത്തെ ഫിഷിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു.